എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് സൈക്കോളജിയിലെ 10 ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയുന്ന വികാസഘട്ടം ഏതാണ്? ഇത് ശുഭ എന്നല്ല വായിക്കുക, ഗുദഘട്ടം എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, ഗുദഘട്ടം, ലിംഗഘട്ടം, നിർലീനഘട്ടം, ജനനേന്ദ്രിയഘട്ടം ഏതാണ്? ഗുദഘട്ടത്തിൽ എന്താണ് പറഞ്ഞേ? ഗുദഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആണ്. അപ്പോൾ ഒന്നാമത്തത് ഏതാണ്? ഒന്നാമത്തത് വദനഘട്ടമാണ്. വദനഘട്ടത്തിൽ 2 വയസ്സ് വരെയാണ് ഉള്ളത് അല്ലേ? 2 വയസ്സ് വരെയാണ്. വായയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു പ്രവൃത്തിയും സുഖദായകമായിരിക്കും എന്ന് പറയുന്നതാണ് വദനഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, രണ്ടാമത്തതാണ് ഗുദഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗുദഘട്ടത്തിൽ എന്താണ്? നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് ഈ ഒരു സ്റ്റേജിലായിരിക്കും. 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയാണ് അവിടെ വരിക. എന്നാൽ ലിംഗഘട്ടം എന്താ? ലിംഗഘട്ടം അതാണ് നമ്മുടെ ആൻസർ. 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെ വരുന്നതാണ് ലിംഗഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി, ലിംഗഘട്ടമാണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെയാണ് വരിക? വദനഘട്ടം, ഗുദഘട്ടം, ലിംഗഘട്ടം, 4ാമത്തത് നിർലീനഘട്ടം, 5ാമത്തത് ജനനേന്ദ്രിയ ഘട്ടം. അറിയാലോ അല്ലേ? ഞാൻ പറയണ്ടല്ലോ ഏതൊക്കെയാണ് പറഞ്ഞത്. ആദ്യം വദനഘട്ടം, പിന്നെ ഗുദഘട്ടം, ലിംഗഘട്ടം 3ാമത്തത്, 4ാമത്തത് നിർലീനഘട്ടം, 5ാമത്തത് ജനനേന്ദ്രിയ ഘട്ടം. 5 ജനനേന്ദ്രിയ ഘട്ടം. ഓക്കെ, ഇതാണ് ഫ്രോയിഡിൻ്റെ ഏതിൽ വരുന്നതാണ്? ഇത് മനോലൈംഗിക വികാസഘട്ടങ്ങളിൽ വരുന്നതാണ്. ഓക്കെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 200, ലബോറട്ടറി പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലബോറട്ടറി പദ്ധതി ഇതിലേതാണ്? ഡാൾട്ടൺ പദ്ധതിയാണ് ലബോറട്ടറി പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, റൂസോയുടെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് അധ്യാപകനെ ആവശ്യമായി വരുന്ന കാലഘട്ടം ഏതാണ്? റൂസോയുടെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അധ്യാപകന് ആവശ്യമായി വരുന്ന കാലഘട്ടം ഏതാണ്? ഓപ്ഷൻ എ കൗമാരമാണ്. കൗമാരം. ഓപ്ഷൻ എ കൗമാരം. 202, ബ്രൂണറിൻ്റെ വൈജ്ഞാനിക വികസന എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്രൂണറിൻ്റെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള പഠനഘട്ടം ഏതാണ്? അപ്പോൾ ബ്രൂണറിൻ്റെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ ഏതൊക്കെയാണുള്ളത്? പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഇത് നമുക്ക് കളയാം. ഇതിൽ ഏതാ ആൻസർ? മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ളത് ഏതാണ്? അതെ, പ്രവർത്തനഘട്ടമാണ് അല്ലേ? പ്രവർത്തനഘട്ടമാണ് ആൻസർ. അടുത്ത ചോദ്യം, പിയാഷെയുടെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ പ്രതിഫലവും ശിക്ഷയും സാൻമാർഗിക വികസനത്തെ ക്രമപ്പെടുത്തുന്ന ഘട്ടം ഏതാണ്? ഇതിൽ നമ്മൾ നോക്കേണ്ട പോയിന്റ് പ്രതിഫലവും ശിക്ഷയും എന്നുള്ളതാണ്. ഏതാണ് വരിക? ഇതിലെല്ലാം പിയാഷെയുടെ സാൻമാർഗിക ഘട്ടത്തിൽ വരുന്നത് തന്നെയാണ്. നമ്മൾ നോക്കേണ്ടത് പ്രതിഫലവും ശിക്ഷയും നമ്മൾ എവിടെയാണ് പഠിച്ചത്? ഹെറ്ററോണമി അതോറിറ്റിയിലാണ് പഠിച്ചത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അനോമിയിൽ നമ്മൾ എന്താ പഠിച്ചത്? അതെ, ആനന്ദവും വേദനയുമാണ് അനോമിയിൽ പറയുന്നത്. ആനന്ദവും വേദനയും. ഹെറ്ററോണമി അതോറിറ്റിയിലാണെങ്കിൽ എന്താണ്? ഈ മേലെ കൊടുത്തിട്ടുള്ളത് തന്നെ, ഞാൻ എഴുതണം എന്നില്ലല്ലോ. പ്രതിഫലവും ശിക്ഷയുമാണ് അവിടെ വരുന്നത്. അടുത്തതോ ഹെറ്ററോണമി റെസിപ്രോസിറ്റിയിൽ ഏതാണ് വരിക? നമ്മൾ പാരസ്പര്യം എന്നുള്ള വാക്കാണ് പഠിച്ചത് അല്ലേ? പാരസ്പര്യം എന്നുള്ള വാക്കാണ് അവിടെ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ ആട്ടോണമി അഡോളസെൻസിൽ ഏത് വരും? നീതിബോധം അല്ലേ? നീതിബോധം, നിയമം, അതിൻ്റെയൊക്കെ ഘട്ടം വരുന്നത് ആട്ടോണമി അഡോളസെൻസിലാണ്. നമുക്കിപ്പോൾ നീതിബോധം എന്ന് എഴുതി വയ്ക്കാം. ഇതാണ് പിയാഷെയുടെ സാൻമാർഗിക ഘട്ടങ്ങൾ വരുന്നത് കേട്ടോ. സാൻമാർഗിക വികാസ ഘട്ടങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണേ, പഠിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ധനപ്രബലനം അല്ലാത്തത് ഏതെന്നാ ചോദിച്ചത്? ധനപ്രബലനം അല്ലാത്തത് അത് നമുക്ക് ഒറ്റയാനെ കണ്ടെത്തിയാൽ മതി. പ്രശംസ, അധ്യാപകൻ്റെ സ്നേഹപൂർവ്വമുള്ള തലോടൽ, അധ്യാപകൻ്റെ പുഞ്ചിരി, ഇതെല്ലാം ധനപ്രബലനമാണ്. അപ്പോൾ ഇമ്പോസിഷൻ അതിൽ വരാത്തയാണല്ലോ. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഓപ്ഷൻ ഡി. 204 ഓപ്ഷൻ ഡി, ഇമ്പോസിഷൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗാഗ്നയുടെ പഠനത്തിൻ്റെ ക്രമീകരണ രീതിയിൽ ആദ്യ ഘട്ടം ഏതാണ്? ഗാഗ്നയുടെ പഠനത്തിൻ്റെ ആ ഒരു ഘട്ടങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ടല്ലോ.
അതിൽ ആദ്യത്തേത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ സംജ്ഞാ പഠനമാണ് വരിക അല്ലേ? സംജ്ഞാ പഠനം. ആ 8 എണ്ണം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ആദ്യത്തേത് സംജ്ഞാ പഠനം, രണ്ടാമത്തത് ഇതിൽ കാണുന്നില്ല. രണ്ടാമത്തത് ഏതാണ്? ചോദക പ്രതികരണം. മുഴുവൻ എനിക്കിവിടെ എഴുതാൻ കഴിയില്ല. രണ്ടാമത്തത് ചോദക പ്രതികരണം. മൂന്നാമത്തത് ഏതാണ്? മൂന്നാമത്തത് ശ്രേണി പഠനം. മൂന്നാമത്തത് ശ്രേണി പഠനം. 4 വചന സഹചരത്വം. വചന സഹചരത്വം. ഓക്കെ. അഞ്ചാമത്തത് ഏതാണ്? അഞ്ചാമത്തത് ബഹുമുഖ വിവേചനം. ഇതാണ് 5, ഞാൻ എഴുതുന്നില്ലേ. ആറാമത്തത് ഏതാണ്? ആറാമത്തത് സംപ്രത്യയ പഠനം. ഇതാണ് 6, ഇതാണ് 5. ഏഴാമത്തത് തത്വപഠനം. എട്ടാമത്തത് ഞാൻ എഴുതാം. എട്ടാമത്തത് പ്രശ്നപരിഹരണം. ഓക്കെ, അപ്പം നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? 1 സംജ്ഞാപഠനം, 2 ചോദക പ്രതികരണ പഠനം, 3 ശ്രേണി പഠനം, 4 വചന സഹചരത്വം, 5 ബഹുമുഖ വിവേചനം, 6 സംപ്രത്യയ പഠനം, 7 തത്വപഠനം, 8 പ്രശ്ന പരിഹരണം. ഇതാണ് പഠനത്തിൻ്റെ ക്രമീകരണ ശ്രേണി. ആരുടെ? ഗാഗ്നേൻ്റെ കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 206 കാഴ്ചകളിലൂടെ ലഭിക്കുന്ന സംവേദനങ്ങൾ ഓർമ്മകളായി മാറുന്നത് ഏതാണ്? ഓർമ്മകളായി മാറുന്നതാണ് ഡാഷ്. ഏത്? വിഷ്വൽ മെമ്മറി ആണ്. 206 ഓപ്ഷൻ ബി ആണ് വരിക, വിഷ്വൽ മെമ്മറി. 207 ഒരു ബിംബകൽപ്പന വഴി കഠിനവും അസാധാരണവുമായ പദങ്ങളെയും മറ്റിനങ്ങളെയും ഓർക്കാൻ കഴിയുന്നത് ഏതാണ്? അക്രോണിങ്സ്, അക്രോസ്റ്റിക്സ്, ചങ്കിങ് ഒന്നുമല്ല. ഏതാണ്? സൂചക പദരീതി. അതുകൊണ്ട് 207 ഓപ്ഷൻ ഡി ആണ് വരുന്നത്, സൂചക പദരീതി. ഓക്കെ, ഇനി 208 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകങ്ങളിൽ പെടുന്നത് ഏത്? വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നതാണ്. കുടുംബം സ്വാധീനിക്കുന്നു, വിദ്യാലയം സ്വാധീനിക്കുന്നു, സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഇവയെല്ലാം വരും. ഏതാണ്? ഓപ്ഷൻ ഡി ഇവയെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് അടുത്ത 10 ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോ വരാം. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കൂ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഇനി നമുക്ക് 2 ആഴ്ചയെ മുന്നിലുള്ളൂ. സാരമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതുവരെ പഠിച്ചതൊക്കെ ഒന്നുകൂടി നോക്കുക, റിവിഷൻ ക്ലാസ്സുകളൊക്കെ കാണുക, മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ശരി എന്നാൽ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.